Chapter 9 Equilibrium Price. Price mechanism. Price determination is an important and basic economic activity in an economy. Price determination എന്ന് പറയുന്നത് ഇക്കോണമിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു economic activity ആണ്. In a free market economy, price mechanism provides solution for its various problems. ഒരു ഫ്രീ മാർക്കറ്റ് ഇക്കോണമിയിൽ വിവിധ പ്രോബ്ലത്തിന് സൊല്യൂഷൻ എന്ന് പറയുന്നത് പ്രൈസ് മെക്കാനിസമാണ്. പ്രൈസ് മെക്കാനിസം പെർഫോം ദിസ് ഫംഗ്ഷൻ ത്രൂ ദി ഫോഴ്സസ് ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ഈ പ്രൈസ് മെക്കാനിസം പെർഫോം ചെയ്യുന്നത് ഫങ്ഷൻസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ വെച്ചിട്ടാണ്. ദ ഫോഴ്സസ് ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആക്ട് ആൻഡ് റിയാക്ട് വിത്ത് ഈച്ച് അതർ ആൻഡ് ഡിറ്റർമിൻ ദ പ്രൈസ്. ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡിൻ്റെ ഫോഴ്സസ് റിയാക്ട് ഈച്ച് അതർ, അത് രണ്ടും സപ്ലൈ ആൻഡ് ഡിമാൻഡുകളുടെ കൂടി പ്രൈസ് ഡിറ്റർമിൻ ചെയ്യും. ഇക്വിലിബ്രിയം. The word equilibrium is derived from the two Latin words equus, which means equal, and libra, which means balance. In economics, the term equilibrium implies a position of rest or absence of change. Equilibrium എന്ന് പറയുന്ന വാക്കിനർത്ഥം പൊസിഷൻ ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ ചേഞ്ച്, ആബ്സെൻസ് ഓഫ് ചേഞ്ച്. The opposing forces mutually cancel out each other, and so the object on which pressure is applied does not move. So opposing forces mutually cancelled out each other, and so the object on which pressure is applied does not move. So opposing forces mutually cancel out. ഇവിടെ പ്രൈസ് ഓഫ് കമോഡിറ്റി ഡിമാൻഡ് ഇൻ ടൺ, സപ്ലൈ ഇൻ ടൺ. അപ്പോൾ പ്രൈസ് ഓഫ് കമോഡിറ്റി 90, അപ്പോൾ ഡിമാൻഡ് ഇൻ ടൺ, ഡിമാൻഡ് 20, സപ്ലൈ 8. ഇനി പ്രൈസ് ഓഫ് കമോഡിറ്റി 90 108 കൂടി, അപ്പോൾ ഡിമാൻഡ്, അപ്പോൾ വില കൂടി, അപ്പോൾ ഡിമാൻഡ് കുറഞ്ഞു, 18 കുറഞ്ഞു, സപ്ലൈ അപ്പോൾ കൂടി, 8 10 ആയി. വീണ്ടും പ്രൈസ് കൂടിയപ്പോൾ ഡിമാൻഡ് വീണ്ടും കുറഞ്ഞു, സപ്ലൈ കൂടി, അപ്പോൾ 144 പ്രൈസ് വന്നപ്പോൾ ഡിമാൻഡ് കുറഞ്ഞ് 14 സപ്ലൈ കൂടി 14. വീണ്ടും വില കൂടി, 162, 180, 198. അപ്പോൾ ഈ വില കൂടുന്തോറും ഡിമാൻഡ് കുറഞ്ഞു വരുന്നു, വില കൂടുന്തോറും ഡിമാൻഡ് കുറയുന്നു, സപ്ലൈ കൂടുന്നു. ഇതാണ് ഡയഗ്രാം. സപ്ലൈ കർവും ഡിമാൻഡ് കർവും ഈക്വൽ ആകുന്ന പോയിൻ്റാണ് ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഫക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഓൺ ദി ഇക്വിലിബ്രിയം price. Any change in the supply and demand of a commodity will affect the equilibrium price. Any change in the supply and demand, any changes in supply and demand on the equilibrium price. Any change in the supply and demand of a commodity will affect the equilibrium price. These changes can be studied under 3 heads. Effect in change in demand only, effect in change in supply only, effect change in supply and demand. അപ്പോൾ ഡിമാൻഡിൽ മാത്രം വരുന്ന ചേഞ്ച്, സപ്ലൈയിൽ മാത്രം വരുന്ന ചേഞ്ച്, ഡിമാൻഡിൽ സപ്ലൈയിലും വരുന്ന ചേഞ്ച്. അപ്പോൾ ദീസ് ചേഞ്ചസ് ക്യാൻ ബി സ്റ്റഡീഡ് അണ്ടർ 3 ഹെഡ്സ്. അപ്പോൾ ചേഞ്ച് ഇൻ ഡിമാൻഡ്, അപ്പോൾ സപ്ലൈ കോൺസ്റ്റൻ്റ് ആണ്. ചേഞ്ച് ഇൻ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ഇൻ ഡിമാൻഡ്, ഡിക്രീസ് ഇൻ ഡിമാൻഡ് ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഡിമാൻഡിൽ മാത്രമേ മാറ്റം വരൂ. ചേഞ്ച് ഇൻ ഡിമാൻഡ് മീൻസ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഡിമാൻഡ്, ആൻഡ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് മീൻസ് എ റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ഇൻ demand curve, whereas decrease in demand means leftward shift in demand curve. ഇവിടെ ഡിമാൻഡ് കർവ്, ഇവിടെ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആരോ കാണാം, കർവ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം. D1 ഇത് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ആണ്, സപ്ലൈ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. ആൻഡ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് when the supply remain same leads to new equilibrium. അപ്പോൾ ഇവിടെ പുതിയ ഇക്വിലിബ്രിയം വന്നു. അപ്പോൾ Q1 ആയിട്ട് ക്വാണ്ടിറ്റി കൂടി, പ്രൈസ് P1ലേക്കും മാറ്റം വന്നു. The price and the quantity demanded and supplied increase. The price and the quantity demanded and supplied increase. അടുത്ത ഡിക്രീസ് ഇൻ ഡിമാൻഡാണ്. ഇവിടെ ഈ ആരോ നോക്കിയാൽ അറിയാം,
D1ലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ ഡിമാൻഡ് കർവ് താഴേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആൻഡ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് when the supply remain the same lead to new equilibrium. സപ്ലൈക്ക് മാറ്റം വരുന്നില്ല, ഡിമാൻഡ് കുറഞ്ഞു. The price and the quantity demanded and supply decrease. അപ്പോൾ ഇവിടെ പ്രൈസ് കുറഞ്ഞു. The price and the quantity demanded and supply decrease. അപ്പോൾ ഇവിടെ ഡിക്രീസ് ഇൻ ഡിമാൻഡാണ്. ഡിമാൻഡ് കുറഞ്ഞു. ഡിമാൻഡ് കുറയാൻ കാരണം ഇവിടെ പ്രൈസിൽ വന്ന മാറ്റമാണ്. പക്ഷേ ഇവിടെ സപ്ലൈ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഈ ഡിമാൻഡ് കർവ് താഴേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ അത് കാണിക്കുന്നത് എന്താണ്? ഡിമാൻഡ് ഡിക്രീസ് ചെയ്തു. അടുത്തത് ചേഞ്ച് ഇൻ സപ്ലൈ. ഡിമാൻഡ് കർവ് ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ ചേഞ്ച് ഇൻ സപ്ലൈ എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ഇൻ സപ്ലൈ ഡിക്രീസ് ഇൻ സപ്ലൈ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെയും സപ്ലൈ കർവ് മാത്രമാണ് മൂവ് ചെയ്യുന്നുള്ളൂ. സപ്ലൈ കർവ് സപ്ലൈ ഇൻക്രീസ് ചെയ്താൽ സപ്ലൈ കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇനി സപ്ലൈ ഡിക്രീസ് ചെയ്താൽ സപ്ലൈ കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ ഡിമാൻഡ് കർവ് അങ്ങനെ തന്നെ നിൽക്കുന്നു. സപ്ലൈ കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ പുതിയ ഇക്വിലിബ്രിയം E-ന്ന് E1ലേക്ക് പുതിയ ഇക്വിലിബ്രിയം വന്നു. ആൻഡ് ഇൻക്രീസ് ഇൻ സപ്ലൈ വെൻ ദി ഡിമാൻഡ് റിമെയിൻസ് ദ സെയിം ലീഡ്സ് ടു ന്യൂ ഇക്വിലിബ്രിയം. The equilibrium price fall and quantity demanded and supply increase. Equilibrium price താഴേക്ക് പോകുന്നു. ഇനി ഡിക്രീസ് ഇൻ സപ്ലൈ എന്ന് പറഞ്ഞാൽ സപ്ലൈ കർവ് നേരെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഡിമാൻഡ് കർവ് അങ്ങനെ തന്നെ നിൽക്കുന്നു. ആൻഡ് ഡിക്രീസ് ഇൻ സപ്ലൈ വെൻ ഡിമാൻഡ് റിമെയിൻ ദ സെയിം ലീഡ്സ് ടു ന്യൂ ഇക്വിലിബ്രിയം. അപ്പോൾ ഇവിടെ E-ന്ന് E1ലേക്ക് ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്തു. ഇനി സൈമിൾട്ടേനിയസ് ചേഞ്ചസ് ഇൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ഇവിടെ ബോത്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നു. ബോത്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഡിക്രീസ്. ഡിമാൻഡ് ഇൻക്രീസ് വൈൽ സപ്ലൈ ഡിക്രീസ്. അപ്പോൾ ഇവിടെ സൈമിൾട്ടേനിയസ് ചേഞ്ച് ഇൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ് കർവിലോ, അതായത് ഡിമാൻഡ് കൂടുന്നു സപ്ലൈയും കൂടുന്നു. അടുത്തത് ഡിമാൻഡും കുറയുന്നു സപ്ലൈയും കുറയുന്നു. അടുത്തത് ഡിമാൻഡ് കൂടുന്നു സപ്ലൈ കുറയുന്നു. നാലാമത്തെ ഡിമാൻഡ് കുറയുന്നു സപ്ലൈ കൂടുന്നു. Next is some applications of supply and demand. In a market economy, the forces of demand and supply determine the price of a commodity. Sometimes government make interference in the price fixation. The government interfere may in the following ways. Fix the maximum price, MRP, in order to protect the interest of the consumer. അടുത്തത് fix the minimum price, support price, in order to protect the interest of the producer. അതായത് കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മാക്സിമം പ്രൈസും പ്രൊഡ്യൂസറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മിനിമം പ്രൈസ് സപ്പോർട്ട് പ്രൈസും ഗവൺമെൻറ് ഫിക്സ് ചെയ്യും. അതായത് സം ആപ്ലിക്കേഷൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആപ്ലിക്കേഷനാണ് ഇവിടെ പറയുന്നത്. മാർക്കറ്റ് ഇക്കോണമിയിൽ ചില സമയത്ത് ഗവൺമെൻറ് ഈ പറയുന്ന പ്രൈസ് ഫിക്സേഷനിൽ ഇടപെടും. ഇപ്പോൾ ഫിക്സേഷൻ ഓഫ് മാക്സിമം പ്രൈസ് അത് കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനെന്ന് പറഞ്ഞു. when the government fix the price lower than the equilibrium price, supply fall short of demand. അപ്പോൾ ഗവൺമെൻറ് കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണെങ്കിൽ തീർച്ചയായിട്ടും വില കുറയ്ക്കുകയായിരിക്കും ചെയ്യുന്നത്. ഗവൺമെൻറ് ഫിക്സസ് പ്രൈസ് ലോവർ ലെവൽ ദാൻ ദി ഇക്വിലിബ്രിയം പ്രൈസ്. ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ കുറഞ്ഞ വില ഗവൺമെൻറ് നിശ്ചയിക്കും. Let's suppose that in an unrestricted market the equilibrium price is ₹6 per kilogram and the equilibrium quantity demanded and supplied is 30 ton. When the government fixed price lower level than the equilibrium price. പക്ഷേ ഇവിടെ ഗവൺമെൻറ് ഫിക്സ് ചെയ്ത പ്രൈസ് 5 കിലോഗ്രാം ആണ്. ദ ക്വാണ്ടിറ്റി സപ്ലൈ ഫോൾ ടു 20 ടൺ. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് 6, ഗവൺമെൻറ് ഫിക്സ് ചെയ്ത പ്രൈസ് 5. അപ്പോൾ 6 വെച്ച് സപ്ലൈ ചെയ്യുന്നത് 30 ടണ്ണും 5 വെച്ച് സപ്ലൈ ചെയ്യുന്നത് 20 ടണ്ണും. So the quantity demanded is 40 ton. Thus there is a supply shortage of 20 ton. അപ്പോൾ വില കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് 40 ടണ്ണായിട്ട് കൂടി. അപ്പോൾ അവിടെ സപ്ലൈ ഷോർട്ടേജ് വന്നു. If all traders observe government price control, the demand will remain unsatisfied and will lead to black market. In such situation, government will adopt the system of rationing. അപ്പോൾ വില കുറഞ്ഞു കഴിയുമ്പോൾ ബ്ലാക്ക് മാർക്കറ്റിംഗ് വരും. കാരണം ആളുകൾ
ഈ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ മുഴുവൻ വാങ്ങിച്ചു വെക്കാൻ നോക്കും. ഈ സിറ്റുവേഷനിൽ ഗവൺമെൻറ് റേഷനിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം അഡോപ്റ്റ് ചെയ്യും. ഇനി ഫിക്സേഷൻ ഓഫ് മാക്സിമം പ്രൈസ്. ഇവിടെ ഇക്വിലിബ്രിയം പ്രൈസ് 6 ഗവൺമെൻറ് ഫിക്സ് ചെയ്ത പ്രൈസ് 5. അങ്ങനെ വന്നപ്പോൾ സപ്ലൈ കുറഞ്ഞു, പക്ഷേ ഡിമാൻഡ് എക്സസ് ഡിമാൻഡാണ് കാണിക്കുന്നത്. ഇനി വില കൂട്ടി, ഇനി 6 നിന്ന് 7 കൂട്ടുമ്പോൾ അവിടെ എക്സസ് സപ്ലൈ ആണ് കാണിക്കുന്നത്. അപ്പോൾ റേഷനിങ് മീൻസ് ത്രൂ ഫെയർ പ്രൈസ് ഷോപ്സ് government distribute the available commodity equally to all consumers so that all consumers are satisfied. If all traders do not observe government price control, a black market will develop. റേഷനിങ് എന്ന് പറയുന്ന സിസ്റ്റത്തിലൂടെ ഒരു ഫെയർ പ്രൈസ് ഷോപ്പ്, എല്ലാവർക്കും കുറഞ്ഞ വിലയ്ക്ക് ഗവൺമെൻറ് ഡിസ്ട്രിബ്യൂട്ട് ദ അവൈലബിൾ കമ്മോഡിറ്റി ഈക്വലായിട്ട് ഉള്ള കമ്മോഡിറ്റി ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എന്ന് വെച്ചാൽ അവർ ഡിമാൻഡ് ചെയ്യുന്ന മൊത്തം അളവിൽ കിട്ടില്ല, ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്ന അളവിൽ കിട്ടും. സോ ദാറ്റ് ഓൾ കൺസ്യൂമേഴ്സ് ആർ സാറ്റിസ്ഫൈഡ്. ഇഫ് ഓൾ ട്രേഡേഴ്സ് ഡു നോട്ട് ഒബ്സർവ് ഗവൺമെൻറ് പ്രൈസ് കൺട്രോൾ, എ ബ്ലാക്ക് മാർക്കറ്റ് വിൽ ഡെവലപ്പ്. കാരണം കുറഞ്ഞ വിലയ്ക്ക് കിട്ടുമ്പോൾ പൂഴ്ത്തിവെപ്പിന് ഒരു കാരണമാകും. ബ്ലാക്ക് മാർക്കറ്റ് is a situation in which goods are sold at higher price than government fixed price. Black market എന്ന് വെച്ചാൽ is a situation goods are sold at higher price. സാധനങ്ങൾ കൂടിയ വിലയ്ക്ക് വിൽക്കും, ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്ന പ്രൈസിനേക്കാൾ കൂടിയ വിലയ്ക്ക് വിൽക്കും. Dual marketing is a system in which certain quantity of commodity is supplied at fixed price through fair price shop and is sold in open market at equilibrium price. അതായത് ഡ്യുവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് സർട്ടൺ ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി, ഒരു നിശ്ചിത ക്വാണ്ടിറ്റി ഒരു ഫിക്സഡ് പ്രൈസിൽ സപ്ലൈ ചെയ്യും ത്രൂ ഫെയർ പ്രൈസ് ഷോപ്പ്. ഇപ്പോൾ റേഷൻ ഷോപ്പ് വഴിയൊക്കെ ഗവൺമെൻറ് പറയുന്ന വിലയ്ക്ക് സപ്ലൈ ചെയ്യും, പക്ഷേ ഓപ്പൺ മാർക്കറ്റിൽ ശരിയായ വിലയ്ക്ക് ഇക്വിലിബ്രിയം പ്രൈസിൽ വിൽക്കും. അതിനാണ് ഡ്യുവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഫിക്സേഷൻ ഓഫ് മിനിമം പ്രൈസ്. വെൻ ദി ഗവൺമെൻറ് ഫിക്സസ് ദ പ്രൈസ് ഹയർ ലെവൽ than the equilibrium price, demand fall short of demand. അപ്പോൾ ഗവൺമെൻറ് ഫിക്സ് ചെയ്തിരിക്കുന്ന പ്രൈസ് ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ കൂടുതലാണെങ്കിൽ ഡിമാൻഡ് കുറയും. ലെറ്റ് us suppose that in an unrestricted market the equilibrium price is ₹6 per kilogram and equilibrium quantity demanded and supply is 30 ton. അതായത് ഇക്വിലിബ്രിയം പ്രൈസ് 6, അപ്പോൾ ഡിമാൻഡ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് 30 ton ആണ്. And the government fixes price higher than the equilibrium price. അപ്പോൾ ഗവൺമെൻറ് 7 പ്രൈസ് ഫിക്സ് ചെയ്തു, അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഫോൾ ടു 20 ton. അപ്പോൾ വില കൂടിയപ്പോൾ ഡിമാൻഡ് കുറഞ്ഞു, പക്ഷേ സപ്ലൈ 40 ton ആയിട്ട് കൂടി. Thus there is demand shortage of 20 ton. In this situation, government may purchase large amount of excess supply of wheat and at its fixed price called support price to protect the interest of the producers. ഈ ഒരു അവസരത്തിൽ ഡിമാൻഡ് വല്ലാണ്ട് കുറയുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഗവൺമെൻറ് സാധനങ്ങൾ വാങ്ങിക്കുന്നു. ഈ എക്സസ് സപ്ലൈ ആയിട്ടുള്ള സാധനം ഒരു സപ്പോർട്ട് പ്രൈസിൽ ഗവൺമെൻറ് വാങ്ങിക്കുന്നു, പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. കാരണം ഇവിടെ 6 നിലവിലുള്ള വില 6 ഗവൺമെൻറ് ഇക്വിലിബ്രിയം പ്രൈസ് 7 കൂട്ടി. അപ്പോൾ ഡിമാൻഡ് കുറഞ്ഞതുകൊണ്ട് ഗവൺമെൻറ് സാധനങ്ങൾ വാങ്ങിച്ചു. ഇനി ഫിക്സേഷൻ ഓഫ് മാക്സിമം പ്രൈസ്. ഇപ്പോൾ ഇവിടെ 6 നിന്ന് 7 കൂട്ടിയപ്പോൾ അവിടെ എക്സസ് സപ്ലൈ വന്നു. എക്സസ് സപ്ലൈ വന്നത് ഗവൺമെൻറ് വാങ്ങിച്ചു. താങ്ക് യു.